നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക. 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം ധനനേട്ടം, കാര്യവിജയം, ജീവിതാപൂർത്തി കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിലും ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവങ്ങൾ പ്രതികൂലമായി നടന്നാലും കുറേ നാളുകാരുടെ ജീവിതത്തിൽ ഈ ഞായറാഴ്ച ദിവസം 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം അവരാഗ്രഹിക്കുന്ന പോലുള്ള ഒരു കാര്യവിജയം ഉണ്ടാകുന്നു. അവരുടെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നു, ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അത് ജ്യോതിഷപരമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ഈ പ്രത്യേകത ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും, അതായത് ഞായറാഴ്ച ദിവസം പ്രിയപ്പെട്ടവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സമയത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു. ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം ജനിക്കുന്ന കുട്ടികളുടെ നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞു തരുന്നു. അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 4-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢമാസം 29-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:15, അസ്തമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ദശമിതിഥി. ദശമിതിഥി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:13 വരെ ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നീട് ഏകാദശി തിഥി ആരംഭിക്കുകയാണ്. ഉദയാൽപരം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത് ഈ ഞായറാഴ്ച 4 AM എന്ന് പറയുന്ന സമയത്താണ്. അതായത് ശനിയാഴ്ച അർദ്ധരാത്രി 12:04 എന്ന് പറയാം, അല്ലെങ്കിൽ 4 AM എന്ന് പറയുന്ന ഞായറാഴ്ച 4 AM എന്ന് പറയുന്ന സമയത്താണ് കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത്. കാർത്തിക നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി 10:55 കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ ഇടവക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമയം കൂടി പറഞ്ഞു തരാം. ഞായറാഴ്ച രാവിലെ 6:04 വരെ മേടക്കുറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ശനിയാഴ്ച അർദ്ധരാത്രി 12:04 മുതൽ ഞായറാഴ്ച പുലർച്ചെ 6:04 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മേടക്കുറിൽപ്പെട്ട കാർത്തികക്കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ കാർത്തിക നക്ഷത്രമാണ് ഞായറാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കുന്നത്. കാർത്തിക നക്ഷത്ര ജാതകരെ ഉൾപ്പെടെ കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നു. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ജീവിതത്തിൽ അഭിവൃദ്ധി, കാര്യവിജയം, ധനനേട്ടമൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. ശ്രദ്ധയോടുകൂടി കേൾക്കുക. 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച ദിവസം ധനനേട്ടം, കാര്യവിജയം, ജീവിതാപൂർത്തി, നല്ല ജീവിതാനുഭവങ്ങൾ, അതായത് മനസ്സിന് സന്തോഷവും നല്ല ആരോഗ്യവും സ്വസ്ഥതയും സമാധാനവും ഒക്കെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരുരുട്ടാതി, രേവതി, ഉത്രാടം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി എന്നീ നാളുകാരെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കും. അത് ഉറപ്പാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പ്രകൃതിക്ഷോഭം ഉണ്ടായാലും, എന്തെല്ലാം ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടായാൽ പോലും ഈ ജാതകരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വകയുള്ള, ഒരുപക്ഷെ അവർക്ക് ധനനേട്ടം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ഇൻസിഡൻറ്റിൽ, ഒരു ദാരുണമായ ഒരു സംഭവത്തിൽ അവരൊരു രക്ഷാപ്രവർത്തകനായി മാറും. അതൊരു നേട്ടമല്ലേ? അതൊരു സന്തോഷമല്ലേ? അവരെ കൊണ്ടത് കഴിഞ്ഞു, എനിക്കൊരു നല്ലൊരു അനുഭവം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഈ ഭൂമിയിൽ ഒരു നന്മ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടം മാത്രമല്ലല്ലോ, ധനം മാത്രം ജീവിതത്തിൽ കിട്ടിയാൽ പോരല്ലോ, മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ഒട്ടനവധി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്നു ചേരുമ്പോഴാണ് ജീവിതം സന്തോഷമാകുന്നത്. കോടിക്കണക്കിന് രൂപ ഉള്ളവന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എന്നാൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ ധനം വേണം, ജീവിത സാഹചര്യങ്ങൾ വേണം. നമ്മൾ സഹകരിക്കുന്നവർ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കണം. നമ്മൾക്ക് സ്നേഹവും ബഹുമാനവും കരുതലും ആദരവും ഒക്കെ നൽകണം. നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ നമുക്കും കിട്ടണം. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അവർക്കിഷ്ടമുള്ളതായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഒരുപാട് ഘടകങ്ങളാണ് സന്തോഷത്തിൻ്റേതായിട്ട് ഉള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ
ഈ പറയുന്ന നാളുകാർക്ക് പൊരുട്ടാതി, രേവതി, ഉത്രാടം, തിരുവോണം, പൂര, ഉത്രം, ഭരണി എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഞായറാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ചതയം, ഉത്രട്ടാതി, അശ്വതി എന്നീ നാളുകാർ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഒരുപക്ഷെ നമ്മൾ സ്വപ്നം കാണാത്ത നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത ഒരു കാര്യത്തിലായിരിക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടാൻ സാധ്യത. അതുകൊണ്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ 6 മണി 5 മിനിറ്റ് കഴിഞ്ഞാൽ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം 3/4 നാളുകാർക്കും ഈ ഭരണി നക്ഷത്രം തീരുന്ന സമയം വരെയും രാത്രി 10 മണി 55 മിനിറ്റ് വരെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ഒരു സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6 മണി 15 മിനിറ്റ് മുതൽ 9 മണി 15 മിനിറ്റ് ഉള്ള ഒരു സമയം ശുഭസമയമാണ്. പിന്നീട് 10 മണി 45 മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി 15 മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ച് തന്നിരിക്കുന്നു. പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ ചെയ്യുക. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 20 ഒറ്റസംഖ്യയാക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ്. കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല മെച്ചപ്പെട്ട അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു. ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഞായറാഴ്ച ദിവസം ഉണ്ടാകുക എന്നുള്ളത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞായറാഴ്ച ദിവസം ഭരണി, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ധനനേട്ടം, അവർ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനം അവരുടെ ജീവിതത്തിലേക്ക് വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം കൊണ്ട് ജീവിതാവൃത്തി ഈ നാളുകാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പതിവുപോലെ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.